ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ്. അപ്പോൾ നമ്മളും പാലക്കാട് എത്തി. പാലക്കാട് കൊല്ലങ്കോട്, പാലക്കാട്ടെ സുന്ദരിയായ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട്. കൊല്ലങ്കോട് പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ പെരിങ്ങോട്ടുശ്ശേരി കളത്തിന് മുൻവശത്താണ് നമ്മളുള്ളത്. പക്ഷെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഉച്ചഭക്ഷണത്തിന്റെ കാഴ്ചകളാണ്. മറ്റ് കാഴ്ചകൾ അല്ലെങ്കിൽ പെരിങ്ങോട്ടുശ്ശേരി കളത്തിന്റെ കാഴ്ചകളും അതേപോലെ തന്നെ കൊല്ലങ്കോട്ടെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ആ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉച്ചഭക്ഷണം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കണമെന്നോ ഉള്ള പ്ലാനിലൊന്നും അല്ല നമ്മൾ അങ്ങോട്ട് ചെന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്താണ് അവിടെ ചില ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഉച്ചഭക്ഷണം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ അവിടെ ഉച്ചഭക്ഷണം ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ഹോട്ടലോ അല്ലെങ്കിൽ നാടൻ ഭക്ഷണശാല എന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ചേച്ചിമാർ നമുക്ക് സ്നേഹത്തോടെ വിളമ്പി തരുന്ന ഇവരുടെ ഒരു ആതിഥ്യ മര്യാദയും അവരുടെ ഒരു സ്നേഹവും അവർ നമ്മളോട് ഓരോ കാര്യങ്ങൾ വേണോ എത്ര മതിയോ എന്നൊക്കെ ചോദിക്കുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് നിറയും. അതേപോലെ ഈ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും. വയറ് നിറയുന്ന അത്രയും എല്ലാ സാധനവും അവർ വീണ്ടും 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 തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മതി എന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ച് കഴിപ്പിച്ചുകൊണ്ടേയിരിക്കും. പപ്പടവും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടും. അച്ചാറുണ്ട്, ഉപ്പേരിയുണ്ട്, അവിയലുണ്ട്, പപ്പടമുണ്ട്, പിന്നെ നല്ല അടിപൊളി കുത്തരിച്ചോറ്. ഈ ഒരു കുത്തരിച്ചോറും ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ നമ്മൾ ഒരുപാട് മുൻപ് കഴിച്ചതായിരിക്കും, അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ ഇവിടെ നിന്ന് ഇതൊന്ന് കഴിച്ചാൽ അതൊരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉച്ചഭക്ഷണ സമയം ഈ ഒരു ഭാഗത്തേക്ക് പ്ലാൻ ചെയ്യുക. പെരിങ്ങോട്ടുശ്ശേരി കളത്തിൻ്റെ വിസിറ്റ് നിങ്ങൾ ഉച്ചഭക്ഷണത്തിൻ്റെ ആ ഒരു സമയത്തേക്ക് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഉച്ചഭക്ഷണം അഫോർഡബിൾ പ്രൈസിൽ കഴിച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് സാമ്പാറുണ്ട്, മീൻ കറി ഉണ്ട്. സാമ്പാറിൻ്റെയും മീൻ കറീൻ്റെയൊക്കെ ഒരു തിക്നെസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഇത് നിങ്ങൾ എന്തായാലും കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉച്ചഭക്ഷണമാണ്. പിന്നെ നല്ല ഡാമിൽ നിന്ന് പിടിച്ചിട്ടുള്ള നല്ല വറുത്ത മീനുണ്ട്, പൊരിച്ചെടുത്ത നല്ല അടിപൊളി മീനുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇവരെല്ലാം പറഞ്ഞത് ഒരേ സ്വരത്തിൽ അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയായിരുന്നു എന്നാണ്, സൂപ്പർ ഫുഡായിരുന്നു എന്നാണ്. പിന്നെ അവിടുത്തെ ആ ഒരു ചേച്ചിയുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത്തരം വീഡിയോസൊക്കെ ഇനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നമ്മുടെ കൂടെ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ആ ഒരു കാഴ്ചകൾ, നമ്മൾ ആ പാടവരമ്പത്തൊക്കെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ വീണ്ടും പറയാണ്, പാലക്കാട് അല്ലെങ്കിൽ കൊല്ലങ്കോട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലഞ്ച് ഈ